മനസ്ത്വം വ്യോമത്വം മരുദസി മരുത്സാരഥിരസി ത്വമാപസ്ത്വം ഭൂമിസ്ത്വയി പരിണതായാം നഹി പരം ത്വമേവ സ്വാത്മാനം പരിണമയിതും വിശ്വവപുഷാ ചിദാനന്ദാകാരം ശിവയുവതി ഭാവേന ബിഭൃഷേ. പദാനുപദം. മനഃ ത്വം മനസ്തത്വം ഭവതി തന്നെ. വ്യോമത്വം ആകാശതത്വവും ഭവതി തന്നെ. മരുത് അസി വായുതത്വവും നിന്തിരുവടി തന്നെ. മരുത് സാരഥി അസി അഗ്നിതത്വവും നിന്തിരുവടി തന്നെ. ത്വം ആപഃ ഭവതി തന്നെ ജലതത്വവും. ത്വം ഭൂമിഃ ഭവതിയാണ് പൃഥ്വിതത്വം. ത്വയി പരിണതായാം ഭവതി മേൽപ്രകാരം അതാത് രൂപങ്ങളെ സ്വീകരിക്കുമ്പോൾ പരം നഹി വേറൊന്നും തന്നെ അവശേഷിക്കുകയില്ല. ത്വം ഏവ ഭവതി തന്നെ സ്വാത്മാനം സ്വസ്വരൂപത്തെ വിശ്വവപുഷാ പ്രപഞ്ചരൂപത്തിൽ പരിണമയിതും പരിണമിപ്പിക്കുന്നതിന് ശിവയുവതി ഭാവേന ശിവപത്നിയെന്ന ഭാവത്തോടെ ചിദാനന്ദാകാരം ചിദാനന്ദ സ്വരൂപത്തെ ബിഭൃഷേ ധരിക്കുന്നു. വിവർത്തനം. മനസ്സ് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവയെല്ലാം ഭവതി തന്നെ. ചരാചരങ്ങളടങ്ങിയ ഈ ബ്രഹ്മാണ്ടമെല്ലാം തന്നെ പഞ്ചഭൂതാത്മകമാണ്. അങ്ങിനെയിരിക്കെ ഭവതി മേൽപ്രകാരമുള്ള അതാത് തന്മാത്രാരൂപങ്ങളായി പരിണമിക്കുമ്പോൾ ഭവതിയല്ലാതെ മറ്റൊന്നും തന്നെ അവശേഷിക്കുകയില്ല. സ്വസ്വരൂപത്തെ പ്രപഞ്ചരൂപത്തിൽ ആക്കിത്തീർക്കുന്നതിനായി ശിവപത്നിയെന്ന ഭാവത്തോടെ ഭവതി ചിച്ഛക്തി രൂപത്തെ കൈക്കൊള്ളുന്നു. ജയ് ജയ് ശ്രീ രാധേശ്യാം.